കേരളത്തിൽ കാലവർഷം കനക്കുകയാണ്. ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയേറുകയും ചെയ്തതോടെ കേരളത്തിലെ അതിതീവ്ര മഴ വരും ദിവസങ്ങളിൽ കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഈ പെരുമഴയത്ത് കേരള ജനതയെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നും തുടരെ ജനങ്ങളുടെ ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന കൊറോണയാണ് ഒന്ന്. മറ്റൊരു പ്രധാന ആശങ്ക ഡാമുകളിലാണ്. കേരളത്തിലുടനീളമുള്ള ഡാമുകൾ ഏത് സമയം തുറക്കേണ്ടി വരുമെന്ന ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ കഴിയുന്നത്. കൂടാതെ വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ രേഖപ്പെടുത്തിയ പ്രളയ മുന്നറിയിപ്പും ഒരു പേടി സ്വപ്നം തന്നെയാണ്. 11 ജില്ലകളിൽ ഇടിമിന്നലോടെയുള്ള മഴയ്ക്കും 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിലുള്ളത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 3 ജില്ലകൾക്ക് റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യമാണ്. കാലാവസ്ഥ കൊടുമ്പിരികൊള്ളുന്ന അതേസമയം കോവിഡ് കേസുകളും വ്യാപിക്കുന്ന സാഹചര്യമാണ് തുടരുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ച് നിലവിൽ 519 കേസുകളായി ഉയർന്നതായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് 3 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായും മന്ത്രി സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കോവിഡ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. സംസ്ഥാനതല യോഗങ്ങൾ ചേർന്ന് സ്ഥിതി അവലോകനം ചെയ്തിരുന്നു. എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയുമുള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കോവിഡിന്റെ ഉപവകഭേദമായ NB181ന്റെ സാന്നിധ്യവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്.